ഹലോ. മാട്രിമോണി കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ നെക്സ്റ്റ് ലൊക്കേഷൻ പാരഡൈസ് ബീച്ചായിരുന്നു. പക്ഷേ അവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പീപ്പിൾ ടോൾഡ് ലൈക്ക് ഇപ്പം ഇറങ്ങാൻ പറ്റില്ല ബിക്കോസ് അവിടുത്തെ തിരന്തോ അല്ല ബീച്ച് ഭയങ്കര വയലൻ്റ് ആണ് അല്ലെങ്കിൽ സംതിങ് ലൈക്ക് ദാറ്റ്. അങ്ങനെ അത് പോകാൻ പറ്റിയില്ല. ഈ കാണുന്നത് വേറെ എന്തോ ഒരു ബിൽഡിംഗ് പോലെ തോന്നുമെങ്കിലും ഇവിടുത്തെ ഒരു ഗവൺമെൻറ് ഓഫീസസ് ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. എനിക്ക് കണ്ടപ്പോൾ ഒരു പുതുമ പോലെ തോന്നി, അതുകൊണ്ട് കാണിച്ചതാണ്. നെക്സ്റ്റ് ഞങ്ങൾ പോയത് ഈ ഒരു പള്ളിയിലേക്കാണ്. ദിസ് ഈസ് 100 ഇയർ പ്ലസ് ഓൾഡ് ചേർച്ചാണ്. ഇവിടുത്തെ ഒരു ബെസിലിക്ക ആണ്. അത്രയൊക്കെ ഉള്ളൂ. കാണാൻ കൊള്ളാം. പഴയതാണെന്ന് അങ്ങനെ പറയത്തൊന്നുമില്ലെങ്കിലും ഇറ്റ് ഈസ് വെരി ഓൾഡ് ദിസ് ഈസ്. പിന്നെ ഞാൻ പലതരത്തിലും ഫോട്ടോ എടുക്കാൻ നോക്കിയെങ്കിലും ഒന്നും നടന്നില്ല. അത്യാവശ്യം ഇതുപോലെ കുറേ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോയത് വൈറ്റ് ടൗണിലേക്കായിരുന്നു. അവിടെ നിന്നായിരുന്നു നമ്മുടെ ടൂറിസ്റ്റ് ഗൈഡ് ഏർപ്പാടാക്കിയ ഫുഡും കാര്യങ്ങളൊക്കെ. ഫുഡ് വലിയ സ്പെഷ്യലൊന്നും അല്ലെങ്കിലും ഇവിടെ നിന്നായിരുന്നു. ഇതാണ് ഈ വൈറ്റ് ടൗൺ. ഇവിടെയാണ് ഈ ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കുന്നതും കാര്യങ്ങളൊക്കെ. ഇവിടുത്തെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സ്പെഷ്യാലിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല, ബട്ട് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ കഴിച്ചത് ബിരിയാണി, പിന്നെ ഈ കൊഴുപ്പ ഫ്രൈ ഉണ്ടായിരുന്നു. ഈ ഫിഷിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക? ഇവിടെ ഞാനൊക്കെ കൊഴുപ്പ ഫ്രൈ എന്നാണ് പറയുന്നത്. ബിരിയാണി വലിയ കുഴപ്പമില്ല. ഈ തമിഴ്നാട് ബിരിയാണി തന്നെ, നമ്മുടെ കേരള ടേസ്റ്റ് അല്ല. ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് ഓക്കെ. പിന്നെന്താ, പിന്നെ ഈ വൈറ്റ് ടൗൺ കാണാമെന്നുള്ളതായിരുന്നു. വൈറ്റ് ടൗണിൽ പലയിടത്തും ഈ ഫോട്ടോ എടുക്കാൻ പറ്റുന്നിടത്തൊക്കെ നിന്ന് ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിലും എൻ്റെ ഡാഡിക്കും മമ്മിക്ക് അതിൻ്റെ വാല്യൂ മനസ്സിലാവാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു, അവരൊന്നും നിർത്തി തന്നില്ല. പിന്നെ എങ്ങനെയോ കാല് പിടിച്ച് ഞാൻ 1-2 സ്ഥലത്ത് പോയി ഫോട്ടോ എടുത്തായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പോയത് ഒരു മ്യൂസിയത്തേക്കായിരുന്നു. അവിടെ തന്നെയുള്ള മ്യൂസിയമാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ലാത്ത കാരണം ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല. ഇതാണ് ആ മ്യൂസിയത്തിൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ. ഇവിടെയാണ് ആ മ്യൂസിയം വരുന്നത്. ഇവിടെ പണ്ട് രാജാക്കന്മാരും സാധനങ്ങളൊക്കെ ഉപയോഗിച്ച എല്ലാ മ്യൂസിയം പോലെ തന്നെ. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോയത് അരവിന്ദാശ്രമത്തേക്കായിരുന്നു. ഇവിടെയും ഫോണൊന്നും അലൗഡ് അല്ലാത്ത കാരണം അങ്ങനത്തെ അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ആ റോഡ് ഫുള്ള് ഇങ്ങനത്തെ പലതരം കച്ചവടങ്ങളായിരുന്നു. ആൻഡ് ദിസ് വൺ ഈസ് ലിറ്റിൽ ഇൻട്രസ്റ്റിംഗ് ഫോർ മീ. ഐ വിൽ ഷോ യു, ഐ വിൽ ലെറ്റ് യു ഹിയർ ദ സൗണ്ട്. പിന്നെ ഇങ്ങനെ പലതരത്തിലുള്ള കച്ചവടങ്ങൾ വഴിയോരം ഉണ്ടായിരുന്നു. ബിക്കോസ് ഇറ്റ് ലീഡ്സ് ടു എ ഗണപതി ടെമ്പിൾ. ആ ഗണപതി ടെമ്പിൾ എത്തിക്കഴിഞ്ഞാൽ തീരും. ആ കാണുന്നതാണ് ഗണപതി ടെമ്പിൾ. പക്ഷെ ഞങ്ങൾ പോയ ടൈമിൽ അത് ക്ലോസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഉള്ളിലേക്കും സൈഡിലേക്കും ഒന്നും കിടക്കാനൊന്നും പറ്റിയില്ല. ഇങ്ങനെ പലതരത്തിലുള്ള ഡെക്കറേറ്റീവ് ഐറ്റംസും കാര്യങ്ങളൊക്കെ അവിടെ വിൽക്കാനുണ്ട്.